ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 51, 52 വാക്യം വായിക്കുമ്പോൾ എന്താണ് എബ്രീം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മനശ്ശെ എന്ന് പേരിട്ടു. മനശ്ശെ എന്ന പേരിൻ്റെ അർത്ഥം ഇന്നലകളെ മറന്നു. ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ ആരുടെയും മുമ്പിൽ വിവരിക്കാൻ കഴിയാത്തത്രമാത്രം കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ലോകത്തിലെ ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് യോസഫ്. ദൈവത്തിൻ്റെ ദർശനങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ, ദൈവം നൽകിയ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന ഒറ്റ കാരണത്താൽ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട്, പിടിക്കപ്പെട്ട്, പൊട്ടക്കിണറ്റ് വീണ്, വസ്ത്രാക്ഷേപമുണ്ടായി, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ പോയി, വീണ്ടും വസ്ത്രാക്ഷേപമുണ്ടായി, അപവാദ കഥയുണ്ടായി, ജയിലിലടയ്ക്കപ്പെട്ട്, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ശോധനാകാലം കഴിഞ്ഞപ്പോൾ ഫറവോൻ ആളയച്ചു വരുത്തി. അവിടുത്തെ രാജാവ് കഴിഞ്ഞ രണ്ടാമത്തെ വ്യക്തിയായിട്ട് അവനെ ഉയർത്തി. കഷ്ടതകൾ ഒരു കാര്യം ഉറപ്പാക്കും, ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവനെ എത്രയും ആഴമുള്ള പൊട്ടക്കിണറ്റ് വീണോ അത്രയും ഉയരത്തിൽ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എണ്ണപ്പെട്ട കഷ്ടതകൾ അതിൻ്റെ ദൈർഘ്യം എത്രയും കൂടുമോ അതനുസരിച്ച് നിന്റെ ഉയർച്ചയുടെയും ദൈർഘ്യം വർദ്ധിച്ചിരിക്കുമെന്ന് ഈ രാവിലെ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ വെച്ച് ഫറവോന്റെ നേതൃത്വത്തിൽ യോസഫിൻ്റെ വിവാഹം നടന്നു. യോസഫിന് അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ ദൈവം നൽകി. 2 മക്കൾക്ക് പേര് നൽകിയപ്പോൾ ഒന്നാമത്തെ മകൻ്റെ പേര് എൻ്റെ കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും എന്നോട് ചെയ്തത് എന്നെ ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞവന് മനശ്ശെ എന്ന് പേരിട്ടു. ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ മറക്കണം. എല്ലാം ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠന്മാരും സഹോദരന്മാരും വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ചുംബിക്കാൻ ഇടയായത് എല്ലാം മറന്നതുകൊണ്ടാണ്. നാം മറക്കേണ്ട എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാതെ മറക്കാൻ തയ്യാറാകണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ വിവരിക്കുന്നില്ല. അടുത്ത മകന് പേരിട്ടു സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ്. അപ്പോ എബ്രീം എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധനവ്. എല്ലാവരും പറഞ്ഞേ. മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം കഷ്ടതകളെ മറക്കുമാറാക്കി. എബ്രീം എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധനവെന്നാണ്. അതുകൊണ്ടാണ് അവനെ അനുഗ്രഹിച്ചപ്പോഴും ഉൽപ്പത്തി 48:14 മുതൽ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. ആ ആ ആ കുഞ്ഞുങ്ങളുടെ തലയിലാണ് കൈയിരിക്കുന്നത്, പക്ഷെ അനുഗ്രഹിച്ചത് യോസഫിനെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവൻ കൈ പിണച്ചു വെച്ചു. ഇളയവൻ്റെ തലയിൽ വലങ്കയും മൂത്തവൻ്റെ തലയിൽ ഇടങ്കയും വെച്ചു. യോസഫിനെ അനുഗ്രഹിച്ചു. ആ ആ ആ നോക്കിയേ. അനുഗ്രഹിക്കുമ്പോഴും യാക്കോബിന്റെ ഇന്നലകളെ മറക്കാതെയുള്ള അനുഗ്രഹം. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിക്കുന്ന വാക്യം. ആ ആ ആ ആ എന്റെ പിതാക്കന്മാരാരാധിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാള് മുതൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ തല കൈവച്ചിരിക്കുന്ന സമയം വരെ എന്നെ പുലർത്തിയ ദൈവം. ഒരല്ലിയ പറയണം. ഇന്ന് രാവിലെ ആരാധിക്കേണ്ടത് ഇന്നലത്തെ കാര്യം ഓർത്ത് മാത്രമല്ല, ഇന്നുവരെ നിന്നെ പുലർത്തിയ ദൈവം.
ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും മാറിപ്പോയി. ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയപ്പോൾ സ്വർഗം ഇറങ്ങി വന്നവൻ തന്റെ ജീവിത സായാഹ്നത്തിൽ മരിക്കാൻ തുടങ്ങുകയാ. എന്നേരം പറയുകയാണ്, എൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ദൈവം എന്നെ കൈവിട്ടില്ല. എൻ്റെ ജനനം മുതൽ ഇന്നുവരെ എന്നെ പുലർത്തിയ ദൈവം. ഒരല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. പുലർത്തിയ ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും എൻ്റെയും ദൈവം സകല ദോഷങ്ങളിൽ നിന്ന് എന്നെ ദൂതനെ വിട്ടുപിടിപ്പിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വാക്യം. നോക്കിയേ, അപ്പനിട്ട പേരെന്താണ്? വർദ്ധനവ്. വല്യപ്പൻ അനുഗ്രഹിച്ച അനുഗ്രഹം എന്താണ്? വർദ്ധനവ്. എൻ്റെ കൂടാണോ നിങ്ങള്? യോസഫ് പേരിട്ടൻ്റെ അർത്ഥമൊന്നും യാക്കോബിന് അറിയത്തില്ല, യാക്കോബ് അത് അറിഞ്ഞുമില്ല. പക്ഷേ വല്യപ്പൻ അനുഗ്രഹിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ കൊച്ചുമകനെ വർദ്ധിപ്പിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ തലമുറകളിൽ ഒരു വർധനവ് കാണുന്ന എത്ര ദൈവമക്കളുണ്ട്. ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ ആത്മാവ് രാവിലെ പ്രവചിച്ചു പറയുന്നു, ഒരു വർധനവ്, ഒരു വർധനവ് നിന്റെ കൂടാരത്തിനകത്ത് തലമുറകളിൽ ദൈവം നൽകുമെന്ന് വിശ്വസിക്കുന്നവര് ഈ രാവിലെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ ദൈവം വർദ്ധനവിന്റെ ദൈവമാ. ഓ ഹല്ലേലൂയ. അങ്ങനെ മനശ്ശെയെയും എബ്രയനെയും കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. അടുത്ത വാക്യം. നിന്റെ അനുഗ്രഹത്തെ ഇഷ്ടപ്പെടാത്ത പിതാക്കന്മാര് പോലും ഉണ്ട്. എന്റെ കൂടെ ഒന്ന് പറയണേ. എബ്രീമിന്റെ തലയിൽ വലങ്കൈ വെച്ച് അനുഗ്രഹിച്ചത് നല്ല സ്വപ്നമുള്ള വ്യാഖ്യാനമുള്ള യോസഫിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചില തലമുറകളെ അനുഗ്രഹിക്കുന്നത് സ്വന്തം അപ്പന് പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം, ഒരു ദൂതിലേക്ക് നമുക്ക് കയറണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അപ്പന്റെ മറുപടി പിടിച്ചു, കയ്യെ കയറി പിടിച്ചു. അപ്പനോട് ഇനി വല്ല പാക്കിൻസാൻസോ അതുപോലെ രോഗം വല്ലതും വന്നിട്ട് ഇങ്ങനെ വിറച്ച് കൈ വെച്ചതാന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കും പുള്ളി കയ്യെ കയറി പിടിച്ചപ്പോൾ അപ്പൻ പറയാണ്, എനിക്കറിയാം. 2 പ്രാവശ്യം പറഞ്ഞു, ഞാൻ സുബോധമില്ലാതെ പ്രായത്തിൻ്റെ കൂടുതൽ കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി ഏലി പുരോഹിതനെ പോലെ ആയിട്ട് കൈവച്ചതൊന്നും അല്ല. എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയാണ്, എൻ്റെ ബുദ്ധി നല്ല സ്റ്റെബിളാണ്, എൻ്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞാണത് ചെയ്തേക്കുന്നത്. പുള്ളിക്കും അങ്ങനെ കിട്ടിയതാ. ഏശാവിന് പോകേണ്ടതെല്ലാം യാക്കോബിനാ കിട്ടിയേ. യാക്കോബ് അനുഗ്രഹിച്ചപ്പോഴും മൂത്തവനെ തള്ളി ഇളയവന്റെ മേൽ അനുഗ്രഹം കൊടുത്തപ്പോൾ അപ്പന് അനിഷ്ടമായി. പക്ഷെ അപ്പനോട് പറയുകയാണ്, എനിക്കറിയാം മോനെ, എനിക്കറിയാം ആരെയാണ് അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തൊരു മർമ്മം, ആരെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് രാവിലെ ആ കരം നിന്റെ തലമേൽ വരട്ടെ. വിശ്വസിക്കുന്നവർ ഒരു അനുഗ്രഹത്തിന്റെ കരം, ഒരു ആശീർവാദത്തിന്റെ കരം, ഒരു നന്മയുടെ കരം, ഒരു വർദ്ധനവിന്റെ കരം ഈ രാവിലെ നിന്റെ മേൽ പതിയാൻ വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എബ്രീമിനെ അങ്ങനെ അനുഗ്രഹിക്കാൻ കാരണം? യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 20-ാമത്തെ വാക്യം.
യിരെമ്യാ പ്രവചനം ശ്രദ്ധിച്ചേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. അല്ലല്ല, ആ 20-ാമത്തെ വാക്യം. യോസഫിന്റെ വാത്സല്യപുത്രനല്ല, യാക്കോബാകുന്ന വല്യപ്പച്ചന്റെ വാത്സല്യപുത്രന. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ കൂടെ വരണം. കൈമാറി വെച്ച് അനുഗ്രഹിച്ചു വന്ന അബദ്ധം പറ്റി ദൈവം പറഞ്ഞു, എബ്രീമാരാണ് എന്റെ വാത്സല്യപുത്രൻ, എന്റെ ഓമന കുട്ടി. ഒരു സ്വോത്രം പറഞ്ഞേ. ഓ ഹാലിയ. മനുഷ്യർക്ക് പലപ്പോഴും നിന്നെ ഇഷ്ടമല്ലാതെ വന്നാലും ദൈവത്തിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ഡിസ്ട്രിക്ട് കൺവെൻഷന് സഹോദരിമാരുടെ യോഗത്തിൽ പറഞ്ഞായിരുന്നു, ലേയെ യാക്കോബിന് അനിഷ്ടയായിരുന്നു, പക്ഷെ ദൈവത്തിന് ഇഷ്ടയായിരുന്നു. നിന്നെ ആർക്കെല്ലാം അനിഷ്ടയായാലും ദൈവത്തിന് ഇഷ്ടയാണെങ്കിൽ നിന്റെ മേൽ ആ കരം ഇന്ന് പകൽക്കാലം വീഴുമെന്ന് വിശ്വസിക്കുന്നവര് ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ലോകത്തിൽ ആരും നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം നിന്നെ ഇഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ. എബ്രീമിന്റെ വാത്സല്യപുത്രൻ, എബ്രീമിന്റെ ഓമനക്കുട്ടൻ. അടുത്ത വാക്യം. നോക്കി, എബ്രീമിനെ എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും എൻ്റെ ഉള്ളിൽ അവനോട് സ്ഥായി തോന്നി, പ്രീതി തോന്നി. ഇന്ന് രാവിലെ നിന്നോട് പ്രീതി തോന്നുന്ന ഒരു ദൈവം, എല്ലാവരും സ്വതന്ത്രം പറയണം. നിനക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ഇടുമ്പോഴും ആ ദൈവം പറയാണ്, അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് അവനോട് സ്ഥായി തോന്നുകയാണ്. ഇന്ന് രാവിലെ നമ്മളോട് സ്ഥായി തോന്നുന്ന ഒരു ദൈവം. എത്ര പേര് ഈ ദൂത് രാവിലെ ഏറ്റെടുക്കുന്നുണ്ട്? നമ്മളോട് പ്രീതിയുള്ളൊരു ദൈവം. ഹല്ലേലൂയ. ആരാണ് എബ്രീമിനെ നടക്കാൻ പഠിപ്പിച്ച, പിച്ച വെച്ച് നടപ്പാൻ പഠിപ്പിച്ച ആരാണ്? എബ്രായ ലേഖനം, ഹോശയ്യാ പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. 11:3. ഇങ്ങനെ ശ്രദ്ധിച്ചേ. എനിക്ക് അവനോട് പ്രീതി തോന്നി, അവൻ എൻ്റെ വാത്സല്യപുത്രനാണ്, അവൻ എൻ്റെ ഓമനക്കുട്ടനാണ്, ഞാനാണ് അവനെ നടപ്പാൻ പഠിപ്പിച്ചത്. എൻ്റെ നിങ്ങളുടെ പോക്ക് കണ്ടാത്തോന്നും നമ്മൾ തന്നെ നടന്ന് പഠിച്ചതാണ്. ഈ വൈഷമ്യമേറിയ മരുഭൂപ്രയാണത്തിൽ, ഈ മുള്ളും കല്ലും നിറഞ്ഞ മരുഭൂമിയിൽ നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നടന്ന് മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വഴി അടച്ച മണ്ഡലത്തിൽ വഴി തുറന്നു തന്ന് നിന്നെ നടപ്പാൻ പഠിപ്പിച്ചൊരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. എത്ര പേര് ഈ പകൽ ദൂതേറ്റെടുക്കുന്നുണ്ട്? എൻ്റെ പൈതലായ എബ്രീമിനെ ഞാനാണ് നടക്കാൻ പഠിപ്പിച്ചത്. നടന്ന് കയറുമോ, നടക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചു വ്യാകുലപ്പെട്ടു പോയ മണ്ഡലത്തിൽ ആര് കാണാതെ അടുക്ക വന്ന് ചെവി പറഞ്ഞു, മോനെ ഇതാടാ വഴി, ഇതിലേ പൊയ്ക്കോ, നീ തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അന്നേരം പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ വലിയ ആഴമുള്ള കടലല്ലേ, പേടിക്കണ്ട, അവിടെ വരുമ്പോൾ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ എടുത്തോളാം, നീ എൻ്റെ ഉള്ളം കയ്യിലായിരിക്കും, നിന്നെ ഞാൻ കൈവിടത്തിലുമെന്ന് നടക്കാൻ പഠിപ്പിച്ച ദൈവം. ഇന്ന് രാവിലെ ആരാധിക്കേണ്ടത് 53 വയസ്സ്, 63 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സ് നിന്നെ പ്രതികൂലത്തിൽ നടക്കാൻ പഠിപ്പിച്ച, കഷ്ടതയുടെ നടുവിൽ നടക്കാൻ പഠിപ്പിച്ച ഒരു ദൈവം നിനക്കുണ്ട്. ഏറ്റെടുക്കുന്നവര് മാത്രമേ രാവിലെ നടക്കാൻ പഠിപ്പിച്ച ഒരു ദൈവം. ഓ ഹല്ലേലൂയ. എത്ര പ്രാവശ്യം സ്വയം ചിന്തിച്ചു, ഇനിയും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാ പിന്നെ മരിച്ചേക്കാം, ആർക്കും ഒരു ബാധ്യത ആയിട്ടിരിക്കണ്ട, എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ചത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് നടപ്പ് അവസാനിപ്പിക്കാൻ നീ കൊതിച്ചിട്ടും നിന്റെ നടപ്പ് അവസാനിപ്പിക്കാതെ ഇന്ന് രാവിലെ വരെ നിന്നെ കരം പിടിച്ച് നടത്തിയ ഹല്ലേലൂയ
അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞ്, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദി, നാഥൻ നടത്തിയ വഴികളോർത്താൽ നന്ദി. ഓ, ഞാൻ അവനെ നടപ്പാൻ പഠിപ്പിച്ചു. അടുത്ത വാക്യം വായിച്ചോ. ഉണ്ടോ? ഞാൻ നടക്കാൻ പഠിപ്പിച്ചു, എന്റെ ഭുജങ്ങളിൽ അവനെ എടുത്തു, അവനെ ഞാൻ സൗഖ്യമാക്കി. എന്നിട്ടും ഞാനാണ് അവനെ നടത്തിയതെന്ന് അവൻ അറിഞ്ഞില്ല. ഇന്ന് രാവിലെ അറിയാതെ ആരാധിക്കല്ല്, അറിയാതെ ആരും ആരാധിക്കല്ല്. ദൈവം ഇന്നലകളിൽ നടത്തിയ കാർമേഘം മൂടി വന്നപ്പോൾ, ഇടിയും കൊല്ലിയാനും മുഴങ്ങിയപ്പോൾ, കൊടുങ്കാറ്റുകൾ നിന്റെ പടകിന്മേൽ ആഞ്ഞടിച്ചപ്പോൾ, നിന്നെ നടത്തിയ ദൈവത്തെ ഇന്ന് രാവിലെ മറക്കാതെ. ഹല്ലേലൂയ. നടത്തിയത് ചുമ്മാ വേച്ചു പോകുന്ന ആളായിട്ടല്ല. ആവർത്തന പുസ്തകം 33:17 എങ്ങനെ നടത്തിയേ ഒന്ന് വായിച്ചേ. ഇല്ലേ? 33:17 വായിച്ചു. അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ, അവയാൽ അവൻ സകല ജാതികളെയും പൂസീമാവാസികളെയും ഓടിക്കും. അവ എബ്രീമിന്റെ 10,000-ങ്ങളും മനശ്ശയുടെ 1000-ങ്ങളും തന്നെ. ഇപ്പം ദൈവം അവനെ നടത്തിയത് ഒരു എബ്രീമിന് ഇറങ്ങിയാൽ 10,000-ത്തെ, ഒരു മനശ്ശി ഇറങ്ങിയാൽ 1000-ത്തെ. ഞാൻ അവനെ നടത്തിയത് ശക്തിയും ബലവും കൊടുത്ത. എന്നോ ശക്തി? കാട്ടുപോത്തിന്റെ ശക്തി. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാവിലെ ദൈവം നടത്തുന്നത് ഹല്ലേലൂയ ഏതെങ്കിലും ഒരു സഹായത്തിലല്ല ഇതിനെ നടത്തുന്നത്. ദൈവം നടത്തുന്നത് എതിരായി വരുന്ന ശക്തികൾ എത്ര വലുതായാലും, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരാതെ വണ്ണം സൂക്ഷിക്കുന്ന. ഓ അതുകൊണ്ട് യോശുവ അനുഗ്രഹം കൊടുത്തപ്പോൾ, യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-18 വാക്യം, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഓരോഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കും. അത് കാടാകുന്നുവെങ്കിലും അത് വെട്ടിത്തെളിക്കുന്ന. രാവിലെ ആരോടൊക്കെയോ ദൈവം പറയുന്നു, ലഭിച്ച അവകാശത്തിന്മേൽ കാട് മൂടിക്കിടക്കുകയാ. ദുഷ്ടമൃഗങ്ങൾ പതിയിരിപ്പുണ്ട്, ഘോരമൃഗങ്ങൾ പതിയിരിപ്പുണ്ട്. പക്ഷെ നിന്റെ തലമേൽ കൈവച്ചത് യാക്കോബായതുകൊണ്ട്, നിന്റെ ശക്തി കാട്ടുപോത്തിന്റെ ശക്തി ആയതുകൊണ്ട് നീ അവകാശങ്ങളെ വെട്ടിപ്പിടിക്കണം. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ ഇന്ന് രാവിലെ നിന്റെ അവകാശങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയോ. ഓ ജഗതമന, ഇന്ന് രാവിലെ ഒരു ഇരട്ടി ഓഹരി ദൈവം എനിക്ക് തരുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? അല്ലെ, ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം പറയുകയാണ്. ദാവീദ് പറയണ അതും പോരാ എന്ന് തോന്നിയിട്ട്, നിനക്ക് പോരാന്ന് തോന്നിയിട്ട് തരുന്നവന് പോരാന്ന് തോന്നിയിട്ടില്ല. ദാവീദ് പറഞ്ഞു അതും പോരാ എന്ന് തോന്നിയിട്ട്, ഓ ഹല്ലേലൂയ, എന്റെ മക്കളെയും മക്കളുടെ മക്കളെയും വരെ ഈ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാവിലെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. മൂടിക്കിടക്കുന്ന, കാട് മൂടിക്കിടക്കുന്ന, ദുഷ്ടമൃഗങ്ങൾ പതിയിരിക്കുന്ന ചില അവകാശങ്ങളെ ദൈവം നിന്റെ കൈ തരാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ആരാധിക്കട്ടെ. നീ ഒരിക്കലും കൈവശമാക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് വാദിക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് ദൈവം തരുകയോ. ഓ
ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ഓരോ ഗരിയല്ല ലഭിക്കേണ്ടത്. ആ ആ ആ ആ നോക്കിയേ, ഇവര് വലിയ ജനമാണ്. രണ്ടവർക്ക് സാധാരണ ശക്തിയല്ല, കോട്ടകളെ ഇടിപ്പാൻ ഉൾനട്ട ദൈവശക്തി. അവൻ ജയിക്കുന്നത് നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ എന്റെ അവകാശങ്ങൾക്കെതിരെ പിശാച് കെട്ടിയ മതിലുകളെ ഞാൻ ചാടിക്കടക്കും. ഇന്ന് രാവിലെ നിനക്ക് മഹാശക്തിയുണ്ട്. ഓ രഭശാന്തരാജൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിങ്ങള് ചുമ്മാതിറങ്ങിപ്പോയി അവകാശം പിടിക്കാൻ പോകല്ല. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിനും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകണം. ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ദൈവം തന്നൊരു മഹാശക്തി ഉണ്ടെന്ന്? ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവര്, കല്ലറകളെ ഭേദിക്കുന്ന യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മശക്തി സഹോദര നിന്റെ മൺകൂടാരത്തിലുണ്ട്. സഹോദരി നിന്റെ മൺകൂടാരത്തിലുണ്ട്. നീ ഒരു അസാധാരണ വ്യക്തിത്വമാണ്. ഇന്ന് പകൽ ചില കാട് മൂടിയ വാഗ്ദത്തങ്ങൾ അപ്പൻ അറിഞ്ഞോ അറിയാതെയോ പേരിട്ടു. സങ്കടദേശത്ത് ഇവൻ എന്നെ വർദ്ധിപ്പിച്ചു. വെല്ലിപ്പൻ മോൻ നോക്കി നിൽക്കുമ്പോ തലയെ കൈവച്ച് പറഞ്ഞു വർദ്ധിപ്പിക്കും. ഈ അനുഗ്രഹം ഒന്നും ചുമ്മാ വരുന്നതല്ല, ദൈവം അറിഞ്ഞു തരികയാ. കാരണം ദൈവത്തിന്റെ വാത്സല്യ പുത്രനാണ് നീ. എത്ര പേര് വിശ്വസിക്കുന്നു? ചങ്കത്ത് കൈവച്ച് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വാത്സല്യ പുത്രനാ, ഞാൻ ദൈവത്തിന്റെ ഓഹമനക്കുട്ടനാ. എനിക്ക് ശക്തി തരുന്നത് അവനാണ്, എനിക്ക് ബലം തരുന്നവനാണ്, എന്റെ കൈ പിടിച്ച് നടത്തുന്നത് അവനാണ്. ഇന്ന് രാവിലെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതികൂലത്തിലും ചില യുദ്ധങ്ങൾ അതിന്റെ മുമ്പിൽ ഉണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. ചില അവകാശങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില യുദ്ധങ്ങളുണ്ട്. എന്നെ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ ആത്മാവ് ദൂത് കൈമാറുകയാ. ഓ ലൈവിലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വദേശത്തോ വിദേശത്തോ എവിടെയായിരുന്നാലും ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ അനുഭവിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ അത് നിന്റെ പിതാവിനോടുള്ള ദൂതാണ്, ഇരട്ടി പങ്ക്. പക്ഷെ അത് നിനക്ക് തരാതിരിക്കാൻ കാട് മൂടിക്കിടക്കുകയാണ്. അതിനകത്ത് വിഷസർപ്പങ്ങളും ഘോരമൃഗങ്ങളും ദുഷ്ടജന്തുക്കളും ചില ജാതീയ ശക്തികളും അത് കൈവശം വെച്ചിരിക്കുക. ഇന്ന് രാവിലെ കണ്ടിട്ട് നീ പേടിച്ചു മാറല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന കാട്ടുപോത്തിന്റെ ബലത്തെ വെല്ലുന്ന ബലമുള്ള ആത്മാവിന്റെ ശക്തിയോടെ നീ ആ ശക്തിയെ ജയിച്ച് അവകാശങ്ങളെ പിടിച്ചെടുക്കാൻ ദൈവാത്മാവ് രാവിലെ ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കുന്നവർ കരം വീശിയടിച്ച് ഒരു നിമിഷം ആത്മാവിൽ പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? വായിച്ചേ. അവിടെ പിടിച്ചു വെച്ചേക്കുന്ന കനാന്യർ ഇരുമ്പ് രഥമുള്ളവനും ബലവാന്മാരുമാണെങ്കിലും, അപ്പൊ എബ്രിയൻ ചെല്ലുമ്പോ പറഞ്ഞാ വല്യപ്പന്റെ അനുഗ്രഹം എന്റെ തലയിലുള്ളിടത്തോളം ഒരു കനാന്യനും എന്നെ ജയിക്കത്തില്ലെന്ന്, ആത്മാവിന്റെ അധികാരമുള്ള ശക്തി എന്റെ മേൽ ഉള്ളിടത്തോളം, ആത്മാവിന്റെ നിറവുള്ളിടത്തോളം ഒരു കനാന്യനും എന്നെ ജയിക്കത്തില്ലെന്ന് പറയാൻ. അതുകൊണ്ട് രാജത്വം ഇവന്റെ കൈ വന്നു. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം.
ആ 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 പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. ആ ആ മതി. നിങ്ങൾ ബാക്കി പിന്നെ വായിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കുഞ്ഞിരുന്നാൽ പിന്നെ ഉറങ്ങിപ്പോ. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ എല്ലാവരും ഒരല്ലേ പറഞ്ഞേ. വല്യപ്പന്റെ കരം വെച്ച് അനുഗ്രഹം പ്രാപിച്ച എബ്രീം ഗോത്രത്തിലെ യൊരോബെയാം വഴി നടന്നു വരുമ്പോൾ ഒരു പ്രവാചകൻ എതിർപ്പെട്ടു. ആ പ്രവാചകൻ തൻ്റെ ദേഹത്തു നിന്ന് പുതിയ അങ്കി 12 കഷണമായി വലിച്ചു കീറി. വലിച്ചിട്ട് 10 കഷണം ഇവന്റെ കൈ കൊടുത്തു. സ്തോത്രം. ശലോമോന്റെ ശേഷം രെഹബെയാം രാജാവായി. രാജ്യം 2ആയി വിഭജിച്ചു. ശലോമോന്റെ മോന് 2 ഗോത്രം കിട്ടി. എബ്രീം ഗോത്രത്തിലെ യൊരോബെയാമിന് 10 ഗോത്രം കിട്ടി. ഹലോ, ഒരനുഗ്രഹത്തിന്റെ പിൻപിൽ നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. നമ്മൾ നോക്കുമ്പോൾ അപ്പനെ വയസ്സിനകത്ത് ജാകാൻ നേരത്തെ തന്ന കൊച്ചുമക്കളെ കൂടെ അനുഗ്രഹിച്ചേക്കാന്ന് പറഞ്ഞ് അടുക്കലോട്ട് വിളിച്ച് കട്ടിലിടം വെച്ച് കാലിനിടയിലോട്ട് ചേർത്ത് നിർത്തി കൈ പിണച്ചു വെച്ചു അനുഗ്രഹിച്ചു എന്നൊക്കെ വായിച്ചാൽ അത് പോരാ. ഈ അനുഗ്രഹത്തിന്റെ പിൻപിൽ കാട് മൂടിക്കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നിന്റെ കൈ തരും. നിന്റെ കയ്യെ ദൈവം പിടിച്ച് വഴി നടത്തും. നിന്റെ മുമ്പിലെ ഏത് പ്രതികൂലം ഉള്ളം കൈ നിന്നെ താങ്ങും. ഓ ഹാല തീർന്നില്ല. നിനക്ക് വേണ്ടി രാജ്യങ്ങളെ വിഭജിച്ചിട്ട് രാജ്യങ്ങളെ കീറി നിന്റെ കൈ തരും. ചില അധികാരങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കും. നിന്നെ അവരെ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഒരനുഗ്രഹത്തിന്റെ പിൻപിൽ, ഒരനുഗ്രഹത്തിന്റെ പിൻപിൽ. പക്ഷെ ഇത്രയൊക്കെ കിട്ടിയ എബ്രീം യുദ്ധ ദിവസത്തിൽ എന്നാണ് കാര്യം? ന്യായാധിപന്മാർ 11:29. ആ ആ 11:29. ആ ആ ആ ആ ആ ആ ആ നിങ്ങളത് താഴോട്ട് വായിച്ചാൽ മതി. നീക്കിക്കളയാൻ ദൈവം പറഞ്ഞതൊന്നും എബ്രീം നീക്കിക്കളഞ്ഞില്ല. മൊത്തം വായിച്ചു പോയാൽ നമ്മുടെ സമയം പോകും. ഈ ദേശം നിന്റെ കയ്യിൽ തരുമ്പോൾ ഈ ദേശത്ത് പാർക്കുന്ന ജാതികളെ, വിഗ്രഹാരാധികളെ മുഴുവൻ എന്ത് ചെയ്യണം? നീക്കിക്കളയണമെന്ന് പറഞ്ഞെങ്കിലും ഇവരെന്ത് ചെയ്തില്ല? നീക്കിക്കളഞ്ഞില്ല. ഹോശയ്യ 7:8. എബ്രീം ജാതികളോട് നീക്കാൻ പറഞ്ഞത് നീക്കിയില്ലെന്ന് മാത്രമല്ല, അവരുമായി ബന്ധുത കൂടി. ജാതികളോട് ഇപ്പോള് ഇടകലർന്നു. ബന്ധിക്കോസുകാരനാരാ? അല്ലാത്തവനാരാ? രക്ഷിക്കപ്പെട്ടവനാരാ? അല്ലാത്തവനാരാ? അഭിഷേകമുള്ളവനാരാ? ഇല്ലാത്തവനാരാ? തിരിച്ചറിയാൻ കഴിയാത്തവൻ ഇവൻ എന്ത് ചെയ്തു? ഇടകലർന്നു. നീ ഇണയില്ലാപ്പിണ കൂടരുത്, ജാതികളോട് ഇടകലരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരെ എബ്രീമിന് അടുത്ത കുഴപ്പം, 1 നീക്കിക്കളയേണ്ട ഒന്നും, 2 ജാതികളോട്, 3 യെശയ്യാ 7:8. ആ ആ ആ തല ശമരിയ എന്ന് പറഞ്ഞ അർത്ഥം, ഇവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി കേന്ദ്രം, ബ്രെയിൻ ആരായി? ശമരിയ. ശമരിയയിൽ ആരാ താമസിക്കുന്നത്? യഹൂദനുമല്ല, ജാതിയനുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശമരിയനാണ് ഇവന്റെ തല. എബ്രീമിന്റെ തല. എൻ്റെ കൂടെ വരണം. ഇവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ഇന്നതുപോലെ പോ, ഇന്നതുപോലെ ചെയ്യണമെന്നൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ശമരിയ.
എബ്രീമിന്റെ തല ശമരിയ. അപ്പം നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞില്ല. ജാതികളോട് ഇടകലർന്നു. ബുദ്ധി കേന്ദ്രം ശമരിയായി. രക്ഷിക്കപ്പെടാത്തവനോട് കൂടി ആലോചന ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, വായിക്കണം. ഹോശയ്യ 4:7. ഉണ്ടോ? വർധനവ് കൊടുത്തു ദൈവം. വർധനവ് വല്യപ്പൻ്റെ അനുഗ്രഹമാണ്. അപ്പൻ്റെ അനുഗ്രഹവും വല്യപ്പൻ്റെ അനുഗ്രഹവും വർധനവ്. പക്ഷെ ഇവൻ പെരുകും തോറും ദൈവത്തോട് പാപമല്ല, ഏറെ പാപം. എല്ലാവരും എന്നോടാണോ? ഇവൻ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോകാൻ കാരണം എന്നാന്ന് പറഞ്ഞു വരികയാണ്. ഇന്നത്തെ ശാന്തത മാറി, നാളെ യുദ്ധങ്ങളുണ്ട്. അമാലേക്കൻ ഉള്ളിടത്തോളം ഇസ്രായേലിന് അമാലേക്കനോട് പറഞ്ഞ എല്ലാവരും യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യുദ്ധത്തിൽ ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു പോയി. ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ ബലം പ്രാപിച്ചു. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടരുത്. ഓടിയേക്കുന്നത് പേടിത്തൊണ്ടന്മാരല്ല, കാട്ടുപോത്തിന്റെ ബലമുള്ളവന്മാര്, വില്ലാളികളായ വീരന്മാര്. യുദ്ധ ദിവസം വന്നപ്പോൾ പിന്തിരിഞ്ഞോടി. ഞാൻ ദൈവത്തെ കാരണമൊന്ന് നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞില്ല. ജാതികളോട് ഇലകടന്നു. ബുദ്ധികേന്ദ്രം രക്ഷിക്കപ്പെടാത്തവന്മാരുമായിട്ടായി അധികം പാപം ചെയ്തു. തീർന്നില്ല. ഹോശയ്യ 4:17. ഇപ്പോൾ ഇവർ ആരുടെ കൂട്ടാളിയായി? ദൈവത്തിന്റെ കൂടെ നടന്നവർ വിഗ്രഹത്തിന്റെ കൂട്ടാളികളായി. യാക്കോബ് പോയപ്പോ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന എന്തുവാ? ഒരു വടി, ഒരു കൊച്ചുകുപ്പി, എണ്ണയും. തിരിച്ച് 20 വർഷം കഴിഞ്ഞ് വരുന്ന ഉടനെ യാക്കോബ് പറഞ്ഞൊരു കാര്യം, ഞാൻ ബഥേലിലേക്ക് ആരാധിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കയ്യിലെ വിഗ്രഹങ്ങളെ നീക്കിക്കളയാൻ. ഹലോ, എൻ്റെ കൂടെ പറഞ്ഞു. നമ്മൾ ആ ചിന്തയില. അപ്പൻ അങ്ങോട്ട് പോയപ്പോൾ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ആകെ ഒരു ഉണക്കിയ വടി, ഒരു ഇച്ചിരി എണ്ണയും. അതാ കല്ലിൽ ഒഴിച്ചപ്പോൾ എണ്ണയും പോയി. പിന്നെ ആകെയുള്ള എന്തുവാ? ഒരു വടി. ആ വടിയും കൊണ്ട് പോയ മനുഷ്യൻ 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരിക ബഥേലിൽ ആരാധിക്കാൻ വരുമ്പം വീട്ടുകാരോട് പറയാണ്, ഞാൻ ബഥേലിൽ കണ്ട ദൈവത്തെ ആരാധിക്കാൻ പോകും. നിങ്ങളുടെ കയ്യിലെ അപ്പൊ ഇപ്പൊ എത്ര തലമുറയായി? അബ്രഹാം 1, ഇസഹാക്ക് 2, യാക്കോബ് 3, പിള്ളേർ 4. 4ാമത്തെ തലമുറയായ ഉടനെ വിഗ്രഹങ്ങളുടെ നടുവിൽ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിന്റെ കൊച്ചുമോൻ പറയാണ്, ആരാധിക്കാൻ പോണമെങ്കിൽ കയ്യിന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എബ്രിയും വിഗ്രഹങ്ങളെ കൂട്ടാളിയായി. ഇവരുടെ ബന്ധവും കൂട്ടുമെല്ലാം വിഗ്രഹങ്ങളുമായിട്ടാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാരാ? ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു. ദൈവം കയ്യെ പിടിച്ച് നടത്തിയവൻ. ദൈവം ഒരാളെ യേശുവിനെ പോലും വിളിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന. പക്ഷെ എബ്രീമിനെ വിളിച്ച് വാത്സല്യപുത്രൻ എന്ന. ഓമനെ കുട്ടാന്ന് വിളിച്ചു. അല്ലല്ലേ പറഞ്ഞേ? അവനിപ്പം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായി. അവന്റെ ബുദ്ധി കേന്ദ്രം ശമരിയായി. ഇന്ന് രാവിലെ ദൈവപൈതലേ, നീ ബുദ്ധി ചോദിക്കേണ്ടത് വെളിച്ചപ്പാടത്തിയോടല്ല. നീ ബുദ്ധി ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. ദാവീദ് പ്രതിസന്ധി വന്നപ്പോൾ അവൻ അകത്ത് കയറി കതകടച്ചു. അവൻ ദൈവത്തെ വിളിച്ചു. ദൈവത്തോട്, ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഇന്ന് രാവിലെ ആലോചന ചോദിക്കാൻ നിനക്കൊരാളുണ്ടെങ്കിൽ അത് നിന്റെ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തീർന്നില്ല. 2 ദിനവൃത്താന്തം 30:10. 2 ദിനവൃത്താന്തം 30:10. അടുത്ത പാപം. ഇപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്? പരിഹസിക്കുക. എബ്രീമിന്റെ പുതിയൊരു സ്വഭാവം, മറ്റുള്ളവരെ ഇങ്ങോട്ട് നോക്കി വായിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. ഞാനിപ്പോൾ എടുത്ത് വായിപ്പിക്കുന്നതേ ഉള്ളൂ. വീട്ടിൽ പോയിരുന്ന് വായിക്കണം. വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായി, ജാതികളോട് ഇടകലർന്നു, ബുദ്ധികേന്ദ്രം ശമരിയായി,
പെരുകും തോറും പാപം ചെയ്തു, തീർന്നില്ല, ഏറെ പാപം ചെയ്തു. ഇപ്പോൾ ഒരാൾ കൈ കൂടുതലടിച്ചാൽ, ഇന്നങ്ങ് പുള്ളി കസാറ ഇടിച്ചോണ്ടുള്ള പരിപാടിയാണ്, കസാറ ഒടിക്കുമെന്ന് ഞാൻ തോന്നിയായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പരിഹസിക്കുക. ഹലോ, ഇന്നെന്തോ പ്രാർത്ഥന, മരം ഒടിഞ്ഞു വരുന്ന പ്രാർത്ഥനയായിരുന്നു, നമുക്കറിയത്തില്ല പുള്ളി ആരാന്ന് പരിഹസിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? എബ്രീമിന്റെ ഇപ്പോഴത്തെ പരിപാടി ആരാധനയല്ല, ആരാധിക്കുന്നവനെ പരിഹസിക്കുക, പാടുന്നവനെ പരിഹസിക്കുക, വചനം പറയുന്നവനെ പരിഹസിക്കുക. ഇപ്പോൾ അവൻ പരിഹാസിയായിട്ട് മാറി. യുദ്ധ ദിവസത്തിൽ തോറ്റത് ചുമ്മാതല്ല. നീ യുദ്ധത്തിൽ തോക്കരുത്. നിനക്ക് മുമ്പിൽ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധത്തിൽ തോക്കാതിരിക്കണമെങ്കിൽ ദൈവം പറഞ്ഞു അബ്രഹാമേ, പരിഹാസിയെ പുറത്താക്ക്. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. അബ്രഹാമിന്റെ ചോരെ പറന്നവനായാലും ദൈവം പറഞ്ഞ് പരിഹാസിയെ പുറത്താക്കണം. അകത്ത് ആരാധന വെളിപ്പെടണമെങ്കിൽ അകത്ത് പരിഹസിക്കുന്നവൻ പാടില്ല, അകത്ത് ദൈവത്തെ സേവിക്കുന്നവൻ ഉയരണം. സന്തോഷമുള്ളവർ മാത്രമേ രാവിലെ കരമടിച്ച് സഭ പരിഹസിക്കാനുള്ളതല്ല. വീട്ടിലിരുന്നുകൊണ്ട് പരിഹസിക്കാറുണ്ടോ? ഒരു പുച്ഛ രീതിയിൽ ഇടപെടാറുണ്ടോ? മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എബ്രീമിന്റെ അടുത്ത വലിയ പാപം, അവൻ മറ്റുള്ളവരെ പരിഹസിച്ചു. 30:16-17 വായിച്ച്. ഇവരെ തന്നെ അവർ വിശുദ്ധീകരിച്ചില്ല. സഭയിൽ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കാത്തവർ കയറി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. വില്ലാളികളായ എബ്രീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞോടാൻ കാരണം അവരെ തന്നെ വിശുദ്ധീകരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ജനസമൂഹം എബ്രീമിൽ നിന്നും മനശ്ശയിൽ നിന്നും ഇന്ന് രാവിലെ ദൂത് കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവനെ നീ കഴുകാൻ പോകണ്ട, തങ്ങളെ തന്നെ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോഴും ഈ ദൂത് ദൈവം തന്നപ്പോഴും ഞാൻ എന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്താൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിപ്പാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് സഭയോട് ഇടപെടുകയാണ്. നാളെയുടെ നീളകൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയാകുന്ന യുദ്ധത്തിൽ നീ ജയിക്കണമെങ്കിൽ, പിന്തിരിഞ്ഞോടാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. കരമടിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഭയങ്കരനായ ദൈവത്തെ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ ഇതിലവിടെ നന്ദിയോടെ ഒന്ന് ആരാധിക്കുവാൻ. ഇപ്പോൾ ഈ ഹോശയ്യ എങ്ങനെയായി? ഹോശയ്യ പ്രവചനം 7:8 ഈ എബ്രീം എങ്ങനെയായി ഒന്ന് വായിച്ച്. ഇപ്പൊ ഒരു സൈഡേ വേകുന്നുള്ളൂ. ഒരു സൈഡ് വെന്ത ദോശ കഴിക്കുന്ന നമ്മുടെ ഗതികേട് ഓർത്ത് നോക്കി. പല്ലേലും പറ്റി, നാക്കേലും പറ്റി, തൊണ്ടയ്ക്കും പറ്റി, ആകെ പ്രശ്നമാവും. പരിശുദ്ധാത്മാവാകുന്ന തീയിൽ, വചനമാകുന്ന ദോശക്കല്ലിൽ നിന്നെ വെന്തെടുക്കണം, ഇരുപുറവും വേകണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആത്മാവാകുന്ന തീയിൽ, വചനമാകുന്ന കല്ലിൽ നിന്നെ തിരിച്ചും മറിച്ചുമിട്ട് വെന്തെടുക്കുമ്പോഴാണ് നീ രുചിയുള്ള ദോശയായി മാറുന്നത്. വല്യപ്പനും അപ്പനും അനുഗ്രഹിച്ച വർദ്ധിക്കേണ്ടിയ എബ്രീം ഇപ്പോൾ മറിച്ചിടാത്ത ദോശ പോലെയായി. തീർന്നില്ല. മതി. 8:12 വായിച്ചേ.
ആ ഹോ, അവൻ വചനം പ്രമാണിച്ചില്ല. നിങ്ങൾക്ക് അടുക്കിന് കുറിച്ച് വെച്ച് എഴുതി പഠിക്കണം കേട്ടോ. ചുമ്മാ അങ്ങ് തോറ്റുപോയതല്ല, തോൽവിയുടെ പിൻപിൽ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നീ ഒരു ദൈവകൃപയിൽ തോക്കുന്നെങ്കിൽ, നിന്റെ കുടുംബം ദൈവകൃപയിൽ തോക്കുന്നെങ്കിൽ, നിന്റെ തലമുറ തോക്കുന്നെങ്കിൽ ഒരു കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. ഓ, ഞങ്ങൾക്ക് യുദ്ധമൊന്നുമില്ല, യുദ്ധമൊന്നും വരുന്നതെന്ന് പറഞ്ഞിരിക്കരുത്. യുദ്ധം വരും. യുദ്ധം വരുന്ന രീതി എങ്ങനെയെന്ന് അറിയത്തില്ല. അത് ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും, ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ കടഭാരമായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ പിള്ളേരുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ കൊച്ചുമക്കളുടെ പ്രശ്നമായിരിക്കും. യുദ്ധം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ യുദ്ധത്തിൽ നീ ക്ഷീണിക്കല്ല്, പിന്തിരിഞ്ഞോടരുത്. ആ യുദ്ധത്തിൽ നീ ജയിക്കണമെങ്കിൽ നീ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം പാലിക്കപ്പെടേണ്ടത് ഓ രബ ശന്തര രഗമന വൈഡ രബലെ രചനാദരാജന റീബാബാബാബാസ്. അതാ സങ്കീർത്തനക്കാരൻ നമ്മൾ വായിച്ച 9:10 വാക്യത്തിൽ പറഞ്ഞ 72 വാക്യം, അവര് ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. എത്ര നിയമം ഹോശയ്യ വായിച്ചേ? 1000ഉം 10,000ഉം നിയമങ്ങൾ തന്നാലും. അങ്ങനല്ലേ വായിച്ചേ? എല്ലാ ചൊവ്വാഴ്ച, എല്ലാ വെള്ളിയാഴ്ച, എല്ലാ ഞായറാഴ്ച, എല്ലാ കൺവെൻഷനിലും, എല്ലാ ക്രൂസേഡിലും, എല്ലാ ഉപവാസത്തിലും വചനം കേൾക്കുക. പിന്നെ ലൈവിൽ കേൾക്കുന്നു, ടി വി കേൾക്കുന്നു, പവർ വിഷൻ കേൾക്കുന്നു എന്ന് വേണ്ട, മൊത്തം വചനം കേൾക്കുക. പക്ഷെ 1000, 10,000 പ്രമാണം കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. വചനം അവര് ഇന്ന് രാവിലെ വചനം പ്രമാണിക്കുന്നവർക്ക് സ്വത്രം പറഞ്ഞേ, എൻ്റെ കുഞ്ഞ് ഒരു നിമിഷമേ ജീവിച്ചുള്ളെങ്കിലും വചനം പ്രമാണിക്കണം. എൻ്റെ ദാസനായ മോശയെ പോലെ ഭൂതലത്തിൽ സൗമ്യതയുള്ളവൻ വേറെയില്ല. കാരണം ഞാൻ അവനോട് പറഞ്ഞതെല്ലാം അവൻ അങ്ങനെ ചെയ്തു. അല്ല, ഇന്ന് രാവിലെ ദൈവം പറയുന്നത് അങ്ങനെ ചെയ്യാനുള്ള ഒരാഴമായ സമർപ്പണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. തീർന്നിട്ടില്ല. യെശയ്യാവ് 9:9 വേഗം വായിക്കണം. യെശയ്യാവ് 9:9. ആ ആ ആ ആ ഓ, ഇപ്പൊ ഇവൻ അങ്ങ് അഹങ്കാരമായി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നോക്കിക്കൊണ്ടിരിക്കല്ല, അതെല്ലാം നിങ്ങൾ പിന്നെ വായിക്കണം. എബ്രീമിന് ഇപ്പം വന്ന കുഴപ്പം എന്താണ്? ഡംബവും ഹൃദയഗർവവും. അത് പോയാൽ ഞാൻ ഇത് പണി. എന്തോ ബാക്കി ഒന്നുകൂടെ വായിച്ചോ. ഇഷ്ടികയുടെ വീട് വീണ് പോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തോ ചെയ്യും? വെട്ടുകല്ലുകൊണ്ട് പണിയും. അങ്ങനെ എന്നെ തോപ്പിക്കാനൊന്നും നോക്കല്ലേ. ഇഷ്ടിക പൊളിഞ്ഞ വെട്ടുകല്ലുകൊണ്ട് പണിയാൻ എനിക്ക് അറിയാം. നിങ്ങളാരും വിചാരിക്കുന്ന ആളല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. അന്നേരം പിന്നെ ഇവിടുത്തെ 2 പട്ടണമൊക്കെ വിട്ട് കോർണർ പുറത്തോട്ട് വലിച്ചിട്ട് പുള്ളി പോന്നോ കണ്ട നമുക്ക് തന്നെ തോന്നും ഏതാണ്ട് സംഭവമാണ്. വെട്ടുകല്ല് കൊണ്ട് പോയാൽ, ഇഷ്ടിക പോയാൽ വെട്ടുകല്ല് കൊണ്ട് പണിയും. തീർന്നില്ല. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞാൽ ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുവളർത്തി ഡംബത്തോടും. ഇന്ന് പകൽക്കാലം അഹങ്കാരത്തിന്റെ ചെറിയ കണിക നിന്റെ അകത്ത് വന്നാൽ ഡംബം കാട്ടരുതെന്ന് ഡംബികളോടും, കൊമ്പുയർത്തരുതെന്ന് ഒരലിയ പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ആരും ഡംബം കാണിക്കരുത്, ആരും കൊമ്പുയർത്തരുത്, നിന്നെ ഇന്നലകളെ മറക്കരുത്. വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ നിന്നെ വർദ്ധിപ്പിച്ചോളും. കരം വെച്ച് തല അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ നീ ആലോചന ചോദിക്കേണ്ടത് ശമര്യനോടല്ല, നിന്റെ തല ദൈവമായിരിക്കട്ടെ, നിന്റെ തല ദൈവമായിരിക്കട്ടെ. അതാ അതിന്റെ ഓർഡർ. സ്ത്രീയുടെ തല പുരുഷന്റെ തല ക്രിസ്തുവിന്റെ തല. പക്ഷെ എബ്രീമിന്റെ തല ഇപ്പൊ ആരാ? ശമരിയ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ജീസസ്. ഹോശയ്യ 8:5 വായിച്ചേ. ആ ആ
ഇപ്പൊ അവന് യാതൊരു മനസാക്ഷി കുത്തും ഇല്ല. അവൻ എന്തോ ചെയ്താലും മനസാക്ഷിക്ക് യാതൊരു കുത്തുമില്ല. ഇപ്പോൾ 9:16 വായിച്ചേ. ആ, അയ്യോ, മറിച്ചിടാത്ത ദോശയായിരുന്നു. ഇപ്പൊ അവൻ എന്തോ പിടിച്ചു? പുഴുക്കുത്തി പിടിച്ചു. 7 പടലയുള്ള ഏത്തക്കൊല വിളയാനൊരു 1.5 മാസം കൂടെ വേണമായിരുന്നു. നല്ല തളിർത്തയില, നല്ല പിണ്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 7 കൂടെ ഒടിഞ്ഞ് കുത്തിക്കിടക്കുന്നു. നോക്കിയപ്പോൾ മാണത്തിനകത്തൂടെ എന്തോ കയറി? പുഴു കയറി. പുഴു കുത്തിയാൽ ഏത് കൊലയും നമ്മൾ തഴച്ചു നിൽക്കുവാനൊക്കെ തോന്നിയാൽ ഒരു പുഴു കയറിയ പരിപാടി തീരും. അതുകൊണ്ടാണ് യോനയ്ക്ക് ആവണക്കേന്റെ അടുക്കലേക്ക് പുഴുവിനെ വിട്ടിട്ട് കുത്തിച്ചേ. നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. എബ്രീമിന് പുഴുക്കുത്ത് പിടിച്ചു. എബ്രീമിന് അഹങ്കാരം പിടിച്ചു. എബ്രീമിന്റെ മനസാക്ഷി തകർന്നു. എബ്രീം മനഭജനം പ്രമാണിച്ചില്ല. എബ്രീം മറിച്ചിടാത്ത ദോശയായി. എബ്രീം തന്നെ വിശുദ്ധീകരിച്ചില്ല. എബ്രീം മറ്റുള്ളവരെ പരിഹസിച്ചു. എബ്രീം വിഗ്രഹാരാധനക്കാരനായി മാറി. പെരുകും തോറും പാപം പിന്നെ ചെയ്തുകൊണ്ടിരുന്നു. ബുദ്ധികേന്ദ്ര സമരിയായി. ജാതികളോട് ഇലകടർന്നു. നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞില്ല. ഫലം യുദ്ധ ദിവസത്തിൽ പിന്തിരിയത്തില്ല. മരിച്ചു വീഴുവാണെങ്കിലും ഞാൻ അങ്ങനെ പിന്തിരിഞ്ഞോടി വീഴത്തില്ലെന്ന് എത്ര പേര് രാവിലെ തീരുമാനമെടുക്കും? ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറയാം. 7-ാം അധ്യായം യിരെമ്യാവ് 15-ാമത്തെ വാക്യം. എന്നെ ഒന്ന് നോക്കിക്കേ സ്നേഹിതരെ. ലാസ്റ്റ് വന്നപ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവനെ ദൈവം എന്ത് ചെയ്തു? ഈ വായിച്ച സങ്കീർത്തനത്തിന്റെ 67-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. എബ്രീം ഗോത്രത്തെ തെരഞ്ഞെടുത്തതുമില്ല, ത്യജിച്ചു. ഹോശയ്യ 5:15 വായിച്ച് നമുക്ക് നിർത്താൻ പോവാം. 5:15. മതി, അതെല്ലാം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഒറ്റ വാക്യം. അനുദപിക്കാൻ അവസരം കിട്ടിയിട്ടും എബ്രീം അനുദപിക്കാതെ അഹങ്കരിച്ചു പോയത് കൊണ്ട് ദൈവം അവനെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവൻ സ്വന്തക്കാരെ തള്ളിക്കളഞ്ഞു. അർഹതയില്ലാത്ത നമ്മളെ ചേർത്ത് നിർത്തി. ഇന്ന് പകൽ ചേർത്ത് നിർത്തിയേക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ സ്നേഹം അനുഭവം എത്ര പേരുണ്ട്? നിന്റെ ദേഹത്തൊഴുകുന്നതെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയായിരിക്കണം. ഇന്ന് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. യുദ്ധങ്ങൾ വരുന്നുണ്ട്, പ്രതിസന്ധികൾ വരുന്നുണ്ട്, വെല്ലുവിളികൾ വരുന്നുണ്ട്. നിനക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളെ ഞാനും നീ നേരിടേണ്ടി വരും. അപ്പോൾ പിന്തിരിഞ്ഞോടരുത്. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രീമ്യർ ഇന്ന് പകൽക്കാലം പിന്തിരിഞ്ഞോടാതിരിക്കാൻ ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊണ്ട് പിന്തിരിയാതെ ഒന്ന് അനുതാപത്തോടെ അടുത്തു വരുമെങ്കിൽ എല്ലാ പുസ്തകങ്ങളും അടയ്ക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം വ്യസനിക്കുന്നുണ്ടോ? നാം ഒന്ന് അനുദപിച്ചേ.
എപ്പോഴെങ്കിലും അഹങ്കാരത്തിൻ്റെ ഒരു ധാർഷ്ട്യം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസാക്ഷി നമ്മെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധി നമ്മളെ വിട്ടുമാറിയെങ്കിൽ, ഇന്ന് രാവിലെ നമുക്കൊന്ന് മടങ്ങി വരാം. പരിശുദ്ധാത്മാവ് ആഴമായി സഭയോട് പറയുന്നു, ഇതൊരു മടങ്ങി വരേണ്ട ദിവസങ്ങളാകട്ടെ. അധികം തിന്മയായത് നമുക്കാർക്കും ഭവിക്കാതിരിപ്പാൻ, ഓ ഹല്ലേലൂയ, നീക്കേണ്ടതിനെല്ലാം നീക്കി. അവൻ പിതൃഭവനത്തെ വിട്ടു, അവൻ ചാർച്ചക്കാരെ വിട്ടു, അവൻ സ്വന്തം ദേശത്തെ വിട്ടു, അവൻ അന്യ ആരാധന വിട്ടു, അവൻ യൂഫ്രട്ടീസ് കടന്ന് അക്കരെ കയറി. വിളിച്ച ദൈവത്തെ പോയിടത്തെല്ലാം യാഗപീഠം പണിത് ആരാധിച്ചത് കൊണ്ട് ദൈവം അവനെ സ്നേഹിതനാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് രാവിലെ വാത്സല്യപുത്രനായി, ഓമനക്കുട്ടനായി, കരം വെച്ച് അനുഗ്രഹം പ്രാപിച്ച ദൈവ പൈതലേ, എബ്രീമിനെ പോലെയാകാതെ നമുക്കിന്ന് പകൽ മടങ്ങി വരാം. എല്ലാവരും ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഒരിറ്റ് കണ്ണുനീര് കണ്ണിന്ന് വരുമെങ്കിൽ, ഒത്തിരി കാലമായില്ലേ വചനം കേട്ടൊന്ന് കരഞ്ഞിട്ട്, ഒത്തിരി കാലമായില്ലേ ദൂതിൻ്റെ മുമ്പിൽ നിന്ന് അനുദപിച്ചിട്ട്, ഇന്ന് രാവിലെ യുദ്ധ ദിവസത്തിൽ തള്ളിക്കളയല്ലേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ, ഇത് പടയും പോരുമുള്ള ദിവസങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോർദാന്റെ വൻകാട്ടിൽ നീ ഒരു പക്ഷെ തനിച്ചാകും. ഇന്നലെ കുതിരകളുടെ കൂടെ ഓടിക്കാണും. പക്ഷെ ഇപ്പോൾ കാലാളിൻ്റെ കൂടെ പോലും ഓടാൻ കഴിയാത്ത നിലയിൽ നിന്നെ ശത്രു ഒതുക്കിയെങ്കിൽ, നിന്നെ കീഴ്പ്പെടുത്തിയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകലൊന്ന് കുതിച്ചെഴുന്നേറ്റേ. ദൈവത്തിന് ഇനിയും നിന്നെ ഉപയോഗിപ്പാനുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞു, നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്കിനിയും ഒരു ദൂരയാത്രയുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, നിന്റെ മുമ്പിൽ ഇനിയും ദൂരയാത്രയുണ്ട്. ഇതുകൊണ്ട് കാര്യങ്ങൾ തീരുകയല്ല. ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. പിന്തിരിഞ്ഞോടരുത്. ജയം നിനക്കുള്ളതാണ്, വിടുതൽ നിനക്കുള്ളതാണ്, സൗഖ്യം നിനക്കുള്ളതാണ്, വാഗ്ദത്തം നിനക്കുള്ളതാണ്. ആ കാട് മൂടിക്കിടക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ ഒന്ന് വെട്ടിപ്പിടിക്കുന്നത് പോലെ, ഹല്ലേലൂയ.